ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരുവിധം ക്ലാസ്സുകളെല്ലാം, അതായത് നമ്മൾ അക്കൗണ്ടിംഗ് ആണ് നമ്മുടെ ടോപ്പിക്ക്, ഡിവിഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ അതിൻ്റെ ഒരുവിധം ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് കൂടിയുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുറച്ച് നോട്ട്സ് പ്രിപ്പറേഷൻ ഉണ്ട്, കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ് എടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ടെക്സ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന ഈ എക്സാമിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വൈകാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് SP ജെയിൻ KL നാരങ്ങിൻ്റെ ബുക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലെ സിലബസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് സിലബസിൽ വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിലൊരു സെക്ഷനാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഭാഗം കാണാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓർഡർ അനുസരിച്ചല്ല നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് അനാലിസിസ്. എന്താണ് അനാലിസിസ് എന്ന് പറയുന്നത്? അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിറ്റിക്കലി എക്സാമിനിങ് ഇൻ ഡീറ്റെയിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഗിവൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ നമ്മളൊന്ന് വിലയിരുത്തുക, നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് അനാലിസിസ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ആർ സ്റ്റഡീഡ്, ദർ ഇൻ്റർ റിലേഷൻഷിപ്പ് വിത്ത് അതർ റിലേറ്റഡ് ഫിഗേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്, ദ ഡേറ്റ ഈസ് സംടൈംസ് റീഅറേഞ്ച് ടു have better understanding of the information with the help of different techniques or tools for purposes. അപ്പോൾ നമ്മൾ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ എലിമെൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കുക, അതിന് മറ്റ് കാര്യങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അനാലിസിസ് എന്ന കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ component or part of financial statement to obtain a better understanding of the firm's position and relationship among various financial factors in a business. അതായത് നമ്മളിവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ്, അതായത് ഓരോ കോമ്പണൻറ്റ് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണുള്ളത്, ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനാലിസിസ് ഈസ് ലാർജ്ലി എ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ സ്റ്റഡി ഓഫ് ദ ട്രെൻഡ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഷോൺ ഇൻ എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ആർ ക്ലോസ്ലി റിലേറ്റഡ്. Interpretation is not possible without analysis, and without interpretation analysis has no value. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നതും. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ യൂസസ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ അനാലിസിസ്? ഫസ്റ്റ് വൺ, ടു പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കൺസേൺ ക്യാൻ ബി ഐഡൻറ്റിഫൈ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു ഫേമിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റബിൾ കപ്പാസിറ്റി എന്താണ്, അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ക്യാൻ ബി ഐഡൻറ്റിഫൈ. ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സോൾവൻസി ഓഫ് ദ കൺസേൺ ക്യാൻ ബി ഐഡൻറ്റിഫൈ. ദ പോസിബിലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഫ്യൂച്ചർ ക്യാൻ ബി ഐഡൻറ്റിഫൈ. ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ബിസിനസ് ക്യാൻ ബി ഐഡൻറ്റിഫൈ.
the real meaning of significance of the financial data and the long-term liquidity of its funds can be identified with the help of the ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ദ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദ നേച്ചർ ഓഫ് ദ അനലിസ്റ്റ് ആൻഡ് മെറ്റീരിയൽ യൂസ്ഡ് ബൈ ഹിം, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ അനാലിസിസ് ആൻഡ് ദ മോഡസ് ഓപ്പറാൻഡി ഓഫ് ദ അനാലിസിസ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ആനലിസ്റ്റ് ആൻഡ് മെറ്റീരിയൽ യൂസ്ഡ് ബൈ ഹിം. അതായത് ആനലിസ്റ്റ് എന്താണ്, അവരുടെ നേച്ചർ, എന്ത് മെറ്റീരിയലാണ് അവർ അതിൽ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ നമുക്ക് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ അനാലിസിസ് ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ പേഴ്സൺ ഹു ആർ നോട്ട് കണക്റ്റഡ് വിത്ത് എൻ്റർപ്രൈസായിട്ട് കണക്റ്റഡ് അല്ലാത്ത ഒരാൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ആനലൈസ് ചെയ്യാം. ഗവൺമെൻറ് ഏജൻസീസ് ആവാം, റിസർച്ച് സ്കോളേഴ്സ് ആവാം, ക്രെഡിറ്റ് ഏജൻസീസ് ഓർ ഇൻവെസ്റ്റേഴ്സ് ആവാം. അവർ ചെയ്യുന്ന അനാലിസിസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇൻറ്റേർണൽ അനാലിസിസും ഉണ്ട്. ഇൻറ്റേർണൽ അനാലിസിസ് ഈസ് മെയ്ഡ് ബൈ ദോസ് പേഴ്സൺ ഹു ഹാവ് ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവരെന്ത് ചെയ്യുന്നു, ആക്സസ് ചെയ്യുന്നു അല്ലേ. പിന്നെ അതുപോലെ അക്കോർഡിംഗ് ടു ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ അനാലിസിസ് ആണെങ്കിൽ നമുക്ക് ഈ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ലോങ് ടേം ഒബ്ജക്റ്റീവ്. ചിലപ്പോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആയിരിക്കാം അല്ലേ. ഫൈൻഡിങ് ഔട്ട് ദ മോഡേണൈസേഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതെല്ലാം നമുക്ക് ലോങ് ടേം ഒബ്ജക്റ്റീവിൽ വരാം. ദെൻ ഷോർട്ട് ടേം അനാലിസിസ് ആവാം. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് അനാലിസിസ് ഈസ് ടു നോ ദ ഷോർട്ട് റൺ ഓഫ് എ ബിസിനസ് കൺസേൺ. അതിൻ്റെ ഷോർട്ട് റണ്ണിൽ ബിസിനസ്സിൻ്റെ ചെറിയ ചെറിയ പ്ലാനിങ്, അതുപോലെ തന്നെ കറണ്ട് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയായിരിക്കാം. ദെൻ അക്കോർഡിംഗ് ടു മോഡസ് ഓപ്പറാൻഡി ഓഫ് ദ അനാലിസിസ്, അതായത് ഓൺ ദ ബേസിസ് ദ അനാലിസിസ് മേ ബി ഹൊറിസോണ്ടൽ അനാലിസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ് ആയിരിക്കാം. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് മെയ്ഡ് ടു റിവ്യൂ ആൻഡ് അനലൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ നമ്പർ ഓഫ് ഇയേഴ്സിലുള്ള അനാലിസിസ് ആയിരിക്കാം അല്ലേ, സെവറൽ ഇയേഴ്സിലുള്ളത്. വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റേറ്റിക് ഇൻ നേച്ചറാണ്. ഇറ്റ് റിവ്യൂ അനലൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വൺ പെർട്ടിക്കുലർ ഇയർ ഓൺലി. ഒരു പെർട്ടിക്കുലർ ഇയറിലുള്ളതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെർട്ടിക്കൽ അനാലിസിസ് ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് അനാലിസിസിനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ നേച്ചർ ഓഫ് അനലിസ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ബൈ ഹിം, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ അനാലിസിസ് ആൻഡ് ദ മോഡസ് ഓപ്പറാൻഡി ഓഫ് ദ അനാലിസിസ്. അക്കോർഡിംഗ് ടു നേച്ചർ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. അക്കോർഡിംഗ് ടു ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഓർ ഷോർട്ട് ടേം. അക്കോർഡിംഗ് ടു മോഡസ് ഓപ്പറാൻഡി ഓഫ് ദ അനാലിസിസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്, ഏതൊക്കെ ടൈപ്സ് ആണ്, ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ പഠിക്കാനുണ്ട്. അതിലാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ മെഷർമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഒക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളും കൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ മറക്കാതെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു എക്സാം അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്